എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂവിനായി കൊണ്ടുവന്നിരിക്കുന്ന ബൈക്ക് എന്ന് പറയുന്നത് യമഹയുടെ RX 100 ആണ്. എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ബൈക്കാണ്. റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ബൈക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ബൈക്ക് നോട്ട് ഫോർ സെയിലാണ്. ഇത് വിൽക്കാനുള്ള ബൈക്കൊന്നുമല്ല. അപ്പോൾ ആരും കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കേണ്ട. നമുക്ക് ഈ ബൈക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രം തന്നെ പറയാനുണ്ട്. യമഹ 1983 തൊട്ട് 86 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഒരു ബൈക്ക് ഇറക്കിയിരുന്നു. രാജദൂത് 350 എന്ന് പറഞ്ഞിട്ട് RD 350 ഒരു 350cc ബൈക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോ സെയിൽസ് കാരണം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് യമഹയ്ക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു മോഡൽ ബൈക്ക് യമഹയ്ക്ക് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അവർ 1985 ഒരു മോഡൽ ഇന്ത്യയിൽ ഇറക്കി, ഒരു 100cc ബൈക്ക്. അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വേഗതയും ആക്സിലറേഷനും ആയിരുന്നു. അപ്പോൾ അത്തരത്തിലേക്കൊരു പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ചുകൊണ്ട് നല്ലൊരു ബൈക്കാണ് യമഹ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കിയത്. ആ ബൈക്കാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന RX 100. ഈ RX 100 എന്ന് പറയുന്ന ബൈക്കിന് ഇപ്പോൾ ഒരു 30-35 വർഷത്തെ പഴക്കമുണ്ട്. ഈ ബൈക്കിനുണ്ട് ഏകദേശം അത്രയും ഒരു പഴക്കമുണ്ട്, 30 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ബൈക്കാണ്. കുറച്ചധികം നമ്മൾ എന്താ പറയുക, എമൗണ്ട് ഇറക്കിയിട്ടാണ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. നല്ല ബ്ലൂ ഒരു ഗ്രേ ഷെയ്ഡും വെച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ് കോമ്പിനേഷനൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി കാണുന്ന പോലെ ഈ സിൽവർ അല്ലെങ്കിൽ ക്രോം പ്ലേറ്റഡ് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്ത് ക്രോം ചെയ്ത് റീസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുന്ന പോലെ ഇത്രയും മനോഹരമാക്കുന്ന ഈ വണ്ടിയുടെ ഈ ഒരു സ്റ്റൈലിഷും ഡിസൈനും എല്ലാം കൂടിയിട്ടാണ് ഈ യമഹയുടെ RX 100 എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും സ്റ്റൈലും ഡിസൈനും വേഗതയും എല്ലാം കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു ബൈക്ക് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അന്നത്തെ കാലത്ത്, അതായത് 80കളുടെ അവസാനം 1980-85 ഈ ഒരു കാലഘട്ടത്തിലാണ്, 85 തൊട്ട് 96 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ബൈക്ക് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് RX 100 മെറൂൺ, ബ്ലാക്ക്, റെഡ്, ചെറി റെഡ് ഈ ഒരു കളറുകളിലൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ RX 100 എന്ന് പറയുന്നത് ബൈക്കിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വലിയൊരു ചരിത്രമാണ്. ഇന്ത്യയിൽ എക്സ്കോർട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പായിട്ട് യമഹ, ജാപ്പനീസ് കമ്പനിയായ യമഹ, അവരുടെ ടൈപ്പിൽ ഇന്ത്യയിൽ വിപണിയിൽ എത്തിച്ചൊരു ബൈക്കാണ് ഈ RX 100 എന്ന് പറഞ്ഞ ബൈക്ക്. നേരത്തെ പറഞ്ഞ രാജദൂതും ഈ എക്സ്കോർട്ട് ഗ്രൂപ്പ് തന്നെയായിരുന്നു ഇന്ത്യയിൽ എന്താ പറയുക വിപണിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം കമ്പനി തന്നെയാണ് ഈ RX 100 ഇന്ത്യയിൽ വിപണിയിൽ എത്തിച്ചത്. അപ്പോൾ ആദ്യം, അതായത് ഒരു 1990 വരെ യമഹ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ ബൈക്ക് ജാപ്പനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിൽക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു 1990s തുടക്കത്തിലൊക്കെ ഈ എസ്കോർട്സ് ഗ്രൂപ്പ് എന്ത് ചെയ്തു, കുറച്ച് സ്പെയർ പാർട്സ് ഒക്കെ യമഹയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇവിടെ കൊളാബറേറ്റ് ചെയ്ത് എന്താ പറയുക ഈ ബൈക്ക് പുറത്തിറക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ RX 100 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ ഒരു 96 കാലഘട്ടമൊക്കെ ആയപ്പോൾ നമുക്ക് കുറച്ച് BA സ്റ്റാൻഡേർഡുകൾ വന്നു. അതായത് ബാരസ്റ്റേജ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കാര്യങ്ങളും അങ്ങനത്തെ എമിഷൻസിന് കൺട്രോളൊക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് പരിസ്ഥിതി സംരക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഈ 2 സ്ട്രോക്ക് എൻജിൻസിൻ്റെ കാലഘട്ടം ഒരു അന്ത്യത്തിന് തുടക്കമായി. അതെന്തുണ്ടായെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ 2 സ്ട്രോക്ക് എൻജിൻസിൽ നിന്നൊക്കെ കുറച്ചധികം എമിഷൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ബൈക്കുകൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിർത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു. അതാണ് ഈ വണ്ടിയുടെ ചെറിയൊരു ചരിത്രം എന്ന് പറയുന്നത്. ഈ വണ്ടി നമുക്കറിയാം സ്പോക്ക് ടയേഴ്സ് ആണ്. നമുക്ക് അത്രയും തുരുമ്പ് പിടിക്കുന്ന എലമെൻറ്റ്സ് ഭയങ്കരധികം കൂടുതലാണ്. അപ്പോൾ പല മോഡിഫിക്കേഷൻ വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് സ്ക്രാച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് മോഡിഫൈ ചെയ്തെടുക്കുന്നത്. ഈ യമഹയുടെ ഈ 98cc, അതായത് 100cc എൻജിനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് ഇതിന് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ബൈക്കായിരുന്നു അന്ന് വന്നിരുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ 1990s നമ്മൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബൈക്കുകൾ എന്ന് പറയുന്നത് മൈലേജ് ബൈക്കുകളായിരുന്നു കൂടുതലും. ആ മൈലേജ് ബൈക്കുകൾക്ക് ഉള്ള ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബൈക്കുകളായിരുന്നു മൈലേജ് ബൈക്ക്. അതായത് ഒരു ഫാമിലി സെറ്റപ്പിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടീം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കായിരുന്നു ഈ മറ്റുള്ള മൈലേജ് ബൈക്കുകൾ. പക്ഷേ ഈ RX 100 ഫാൻ ബേസ് എന്ന് പറയുന്നത് ഈ വാഹനപ്രേമികൾ, പിന്നെ അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്,
പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, റേസിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ബൈക്കാണ്. ആ കാലഘട്ടത്തിൻ്റെ യുവാക്കളുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഈ ഒരു ബൈക്ക്. ആക്സിഡൻറ്റ് സ്വന്തമാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന, നമുക്കറിയാം ഡ്യൂക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സ്പീഡ് ബൈക്കുകളുണ്ടല്ലോ, അങ്ങനത്തെ ബൈക്കുകൾ ഇഷ്ടപ്പെടുന്ന പോലെ ആ കാലഘട്ടത്തിലെ യുവാക്കളുടെ സ്വപ്നമായിരുന്നു ഈ RX 100 എന്ന് പറഞ്ഞ ഈ ബൈക്ക്. ഈ RX 100നെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ 11.2 HP ആണ് ഇതിൻ്റെ പവർ. ഇതിനൊരു മാക്സിമം 100 km/h സ്പീഡ് എത്തിക്കാൻ പറ്റും. ടോർക്ക് എന്ന് പറയുന്ന 10.45 Nm ടോർക്ക് ഇതിനകത്തുണ്ട്. അത് 7500 RPM-ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ വെയിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ബൈക്കിൻ്റെ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 103 കിലോയ്ക്കാണ് വെയിറ്റ്. നമുക്കറിയാം ഇതൊരു 4 സ്പീഡ് ബൈക്കാണ്. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.5 ലിറ്ററാണ് ഫ്യൂവൽ കപ്പാസിറ്റി. ഇപ്പോൾ നമുക്ക് 1 ലിറ്റർ പെട്രോളിന് 30 തൊട്ട് 50 മില്ലി വരെ ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ടാണ് ഈ വണ്ടി നമുക്ക് ഓടിക്കാനുള്ള പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മെയിൻ്റനൻസും കാര്യങ്ങളും. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് നല്ല ഒരു എമൗണ്ട് ചിലവാക്കിയിട്ടാണ് ഇതിങ്ങനെ റീസ്റ്റോർ ചെയ്ത് ഈ ലെവലിലേക്ക് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണർ ഈ വണ്ടി ഇപ്പോൾ വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന് നല്ല ഓഫറുകൾ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്കറിയാം ഈ യമഹയുടെ വണ്ടികൾക്ക് ഈ യമഹയുടെ ഈ ഒരു എഞ്ചിന് വളരെയധികം റീസെയിൽ വാല്യൂ നല്ല രീതിയിലുള്ളൊരു ബൈക്കാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ 1 ലക്ഷം മുതൽ തൊട്ട് 2 ലക്ഷം വരെയൊക്കെ ഇതിന് നല്ല ഈസി ആയിട്ട് കിട്ടും, റീസെയിൽ വാല്യൂ കിട്ടുന്ന ഒരു ബൈക്കാണ്. ഇതിപ്പോൾ ഒരു 93 മോഡൽ ബൈക്കാണ്. അപ്പോൾ ഒരു 30-34 വർഷത്തോളമായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. അതായത് 2-3 വട്ടം ഇതിങ്ങനെ റീസ്റ്റോർ ചെയ്തിട്ട് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ബൈക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നു. ഇതിൻ്റെ ആക്സിലറേഷനും ഇതിൻ്റെ എന്താ പറയുക എക്സോസ്റ്റ് നോട്ടൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് വീഡിയോൻ്റെ എൻഡിൽ നമ്മളിത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓടിക്കുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊക്കെയാണ് ഇതിൻ്റെ ഭയങ്കര പ്രത്യേകത. ഈ വണ്ടി നമുക്ക് ഏത് റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിലും നമുക്ക് ഈ വണ്ടിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. അത് നമ്മുടെ എന്താ പറയുക ചെവിയിലേക്ക് പെട്ടെന്ന് ഇരച്ച് കയറുന്ന ഒരു ശബ്ദമാണ് ഇതിനുള്ളത്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് എങ്ങനെയാണുള്ളത് അതേപോലെ ഒരു യുണീക്ക് സൗണ്ടാണ് RX 100 എന്ന് പറയുന്നത്. RX 100ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ നിലനിന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇതിന് നല്ലൊരു ഫാൻസ് ഉണ്ട്. ഇപ്പോൾ പഴയ എന്താ പറയുക കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ 2K 90s എല്ലാ പിള്ളേരും യൂസ് ചെയ്യുന്നത് ഈ RX 100 യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു ബൈക്ക് തന്നെയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് പല ഓർമ്മകളുണ്ടാവും ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഓർമ്മകളോ കണക്ഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഇതിൻ്റെ ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബൈക്കിൻ്റെ പാർട്സും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് മീറ്ററൊക്കെ തന്നെ കാണാം. ഈ മീറ്ററും കാര്യങ്ങളൊക്കെ അതേപടി തന്നെയാണ് നമ്മൾ ഇതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ബൈക്ക് എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക വല്ലാണ്ട് ബൾക്കി ആയിട്ടുള്ളൊരു ടാങ്കോ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളാണ് എല്ലാം. ഈ ബൈക്ക് അന്നത്തെ കാലത്ത് നമുക്കറിയാം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർ ഇന്നത്തെ കാലത്തും അതെ പരമാവധി യൂസ് ചെയ്യുന്നത് ബുള്ളറ്റ് എന്ന് പറയുന്ന ബൈക്കൊക്കെയാണ് ഓപ്ഷനിൽ അവർ എടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ RX 100 എന്ന് പറഞ്ഞ ബൈക്ക് എന്ന് പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ്, അതായത് അത്യാവശ്യം ഒരു ചെറിയൊരു സൈസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് 2 കാലും അപ്പുറത്തും ഇപ്പുറത്തും എത്താവുന്ന രീതിയിൽ ഉള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ യുവാക്കളെ ലക്ഷ്യമാക്കിയിട്ട് യമഹ മാർക്കറ്റിൽ ഇറക്കിയതാണ് ഈ ബൈക്ക് എന്ന് പറയുന്നത്. ഈ ബൈക്കിൻ്റെ ആദ്യത്തെ മോഡലുകൾ എന്ന് പറയുന്നത് 1977 യമഹ ജാപ്പനീസ് കമ്പനി US-ലും UK-ലൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു. നമുക്കൊന്ന് ഈ ബൈക്കൊന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. നമുക്കൊന്ന് പോയി കുറച്ച് ദൂരം ഒന്ന് ഇത് ഓടിച്ചിട്ട് പറയാം. അപ്പോൾ ഈ ബൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മകളും കാര്യങ്ങളും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വരികയാണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലിടാം. റോഡ് കുറച്ച് ഹമ്പൊക്കെ ഉള്ള കാരണം അതിൻ്റെ ഒരു ജർക്കിങ്ങൊക്കെ ഉണ്ട് വീഡിയോസിനകത്ത്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. ഇതിനു മുമ്പ് ഞാൻ CD 100ൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വിൻറ്റേജ് ബൈക്കുകളുടെ കുറച്ച് റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ വഴി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ വീഡിയോയെ കുറിച്ചിട്ട് അതായത് ഈ ബൈക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നല്ല ഓർമ്മകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ
നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. പിന്നെ ഒരു അവസാനം അല്ലെങ്കിൽ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, യമഹ എന്ന് പറയുന്ന ഈ ബൈക്ക് എന്ന് പറയുന്ന ഒരു ബൈക്ക് കൾച്ചർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ബൈക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ പുതിയൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് നല്ലൊരു ബൈക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ വീഡിയോ ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.